അർജന്റീന ഒരറ്റത്ത് കത്തിച്ചു, പക്ഷെ അതിന്റെ മുമ്പ് എംബാപ്പെ ഒന്നൊന്ന് കത്തിച്ചു പോയത് നമ്മൾ കണ്ടതാണ്. കാരണം ആദ്യ പകുതി സെനഗലിന്റെ ഒരു മേധാവിത്വം കണ്ടു, പക്ഷെ രണ്ടാം പകുതിയിൽ എംബാപ്പെ എന്നുള്ള പ്ലെയർ ഈ എല്ലാ പ്രകടനത്തെ അല്ലെങ്കിൽ അതുവരെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിന്നവരെ മൊത്തം വായടുപ്പിച്ചൊരു പ്രകടനം നമ്മൾ കണ്ടു. ആ ഒരു സമയത്ത് മെസ്സിയെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ഗോൾ സ്കോറേഴ്സിൽ മുന്നിലേക്ക് എത്തി എംബാപ്പെ. അപ്പം ഈ ഒരു മത്സരം മൊത്തത്തിൽ എങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം? നമുക്ക് സെനഗലിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ആണ് കാര്യമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. രണ്ടാം ഹാഫ് ആയിട്ട് പറയണ്ടേ, ഫസ്റ്റ് ഹാഫ് ഫ്രാൻസിന്റെ സെക്കൻഡ് ഹാഫ് എന്നുള്ള തന്നെ സംഗതി. അപ്പോൾ അതിനൊരു ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. 2002 ഇവർ ആദ്യമായിട്ട് ഈ വേൾഡ് കപ്പിൽ സെനഗലും ഫ്രാൻസും തമ്മിൽ 2 പ്രാവശ്യം കളിച്ചിട്ടുള്ളൂ. ഒന്ന് ഇന്നലെ, ഒന്ന് ഇന്ന് പുലർച്ചെ, ഒന്ന് 2002 2002 ആദ്യമായി കളിക്കുന്ന സമയത്ത് പിന്നെ ചാമ്പ്യൻസ് ആയിട്ടാണ് ഫ്രാൻസ് വരുന്നത്. 98 കപ്പ് പോയിട്ട് നല്ല ടീമായിട്ട് വരുന്നു. പക്ഷേ ആ ടീമിനെ ആദ്യ മാച്ചിൽ സെനഗൽ തോൽപ്പിക്കുന്നു. അത് തോൽപ്പിച്ച പിന്നെ എന്താ പറയുക, ഫ്രാൻസിൻ്റെ അന്ന് പിന്നെ കളിച്ച ടീമിലെ അധിക കളിക്കാർക്ക് തോന്നുന്ന എല്ലാ കളിക്കാരും തന്നെ അന്ന് ഫ്രഞ്ച് ലീഗിൽ കളിച്ചിരുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ലീഗിൽ നിന്നൊന്ന് എന്നെ കാരണം വെച്ചാൽ പിന്നെ സെനഗൽ 3 നൂറ്റാണ്ടുകളോളം സെനഗൽ ഫ്രാൻസിൻ്റെ കീഴിലുള്ള രാജ്യമായിരുന്നു. അപ്പോൾ അതിന് ഒരു കൊളോണിയൽ ഒരു ആസ്പെക്റ്റ് അതിനകത്തുണ്ട്. അന്നത്തെ സെനഗലിൻ്റെ കോച്ച് എന്ന് പറയുന്ന ബ്രൂണോ മെറ്റ്സു അദ്ദേഹം ഫ്രഞ്ചുകാരനായിരുന്നു. മെറ്റ്സു പിന്നീട് സെനഗലിൽ വന്നു. പിന്നെ സെനഗലീസ് യുവതിയെ കല്യാണം കഴിച്ചു. അദ്ദേഹം ഇസ്ലാമിൽ കൺവേർട്ടായി അബ്ദുൽ കരീം മെറ്റ്സു എന്നുള്ള പേരെടുത്തു. അങ്ങനെ ഒരു കൾച്ചറൽ ഒരു പിന്നെ ഷിഫ്റ്റ് വന്നിട്ടാണ് അദ്ദേഹം സെനഗൽ ടീമിനെ ഇതാക്കിയത്. ആ സെനഗൽ ടീം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അച്ചടക്കമുള്ള ടീമായിരുന്നില്ല, പകരം ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിക്കുന്ന ഒരു 2002 നോക്കിയാൽ നമുക്ക് അവർ എനിക്ക് തോന്നുന്നു ക്വാർട്ടർ വരെ മുന്നേറിയിട്ടുണ്ട്. അതിനകത്ത് അവർ പിന്നെ യൂറോപ്പിൽ സ്വീഡനെ തോൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ഡെൻമാർക്കുമായി സമനില ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പിന്നെ നല്ലൊരു ഹിസ്റ്ററി അവർക്ക് ഉണ്ട്. അപ്പോൾ 2002 ഒരു നഷ്ടത്തിന് ഒരു പകരം വീട്ടുക എന്നുള്ള സംഗതി, പകരം വീട്ടുക എന്നുള്ളൊരു വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ആ ഒരു ഓർമ്മകൾ ഫ്രാൻസിന് മുമ്പിലുണ്ട്. ആദ്യമായിട്ടാണ് ഫ്രാൻസ് 2026 വരുന്നത്. ഫസ്റ്റ് ഹാഫ് നമുക്കറിയാം, സെനഗലിൻ്റെ ഇപ്പോഴത്തെ കോച്ച് പാപ്പ തിയ വന്നത്തെ 2002 പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തെ ശൈലി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഫ്ലാങ്കുകൾ ഓവർലോഡ് ചെയ്തിട്ടുള്ള അറ്റാക്കിങ് ശൈലിയാണ്. അപ്പോൾ ഒന്നാം പകുതി കണ്ടാൽ അറിയാം നമുക്ക് ഫ്രാൻസിനെ നിലം തൊടാൻ സമ്മതിച്ചിട്ടില്ല. ഇവർ മിഡ്ഫീൽഡിൽ അങ്ങ് കയറി മേഞ്ഞിരിക്കുകയാണ്. കളിക്കാറുണ്ട്, തീർച്ചയായിട്ടും കളിക്കാറുണ്ട്. കൂലിബാലി മുതൽ ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സദിയമാന ഉണ്ട്, ഇഷ്ടംപോലെ പ്ലേയേഴ്സ് അതിനകത്തുണ്ട്. ഇപ്പോൾ ഇസ്മായിൽ സാർ എന്ന് പറയുന്ന പ്ലെയറൊക്കെ വിങ്ങറൊക്കെ പിന്നെ ഗംഭീര പ്ലെയറാണ്. അപ്പോൾ പിന്നെ ആദ്യ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചിത്രത്തിലേ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാൻ തരത്തിലുള്ള ഒരു കളിയാണ് പിന്നെ സെനഗൽ കളിച്ചത്. വേണമെങ്കിൽ ഒരു ഫ്രാൻസിൻ്റെ സ്ഥിരം ഒരു പാറ്റേൺ ആണ് വെയിറ്റിംഗ് ഗെയിം എന്ന് പറഞ്ഞത്. ഫ്രാൻസിൻ്റെ ദശാംശിൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്, പിന്നെ വെയിറ്റിംഗ് ഗെയിം. അവർ ആദ്യം എതിർ ടീമിനെ കളിക്കാൻ വിട്ടുന്നു, ഒരു 10, 15, 20 മിനിറ്റ് കളിക്കാൻ വിട്ടുന്നു. പിന്നെ പതുക്കെ കളി പിന്നെ പിടിച്ചെടുത്തിട്ട് എന്താ പറയുക വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞിട്ടും 25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും കളി മാറുന്നില്ല. ഈ ആദ്യ പകുതി ത്രൂ ഔട്ട് ഹൈ എനർജിയിൽ സെനഗൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ ഒരു പിന്നെ സ്ട്രൈക്കർ നിക്കോളാസ് ജാക്സൺ അല്ലായിരുന്നെങ്കിൽ, ജാക്സൺ അല്ലെങ്കിൽ അവിടെ വേറൊരു കല്ലാണെങ്കിൽ പോലും 2 ഗോളിനെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ലീഡ് ചെയ്യേണ്ട സെനഗൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫിനിഷിംഗ് വന്നാൽ പോതായിരുന്നു. കാരണം ജാക്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ത്രൂ ബോളുകൾ ബോക്സിലേക്ക് വരുന്നു, നല്ല ഹൈ ബോളുകൾ ബോക്സിലേക്ക് വരുന്നു, കണക്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റാൻ പറ്റുന്നില്ല. ഈവൻ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പൺ നെറ്റ് പോലും ജാക്സൺ ബാറിന് മുകളിലൂടെ കളിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡോമിനേറ്റഡ് ബൈ സെനഗൽ, ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് നമുക്കറിയാം, സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ടച്ച് മുതൽ തന്നെ ഫ്രാൻസിൻ്റെ കളി മാറി. കാരണം അവർ ചെറിയ പാസുകളുമായിട്ട് പിന്നെ പന്ത് കൊടുക്കാതെ, അത് ഫസ്റ്റ് ഹാഫിൽ ഓഫ് ദി ബോളാണ് ഫ്രാൻസ് കളിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഓൺ ദി ബോളിലേക്ക് വരുന്നു. പിന്നെ ഈ എംബാപ്പ അൺലീഷ്ഡ് ആവുന്നു. മൈക്കൽ ഒലീസ് എന്ന് പറയണം. ഒലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഗംഭീര പ്രകടനമായിരുന്നു. പിന്നെ ഇന്നലെ 2 ഗോൾ അടിച്ച എംബാപ്പയ്ക്കും അതുപോലെ ഗോളൊന്നും അടിക്കാത്ത ഒലീസിനും 8 goal.comലെ 8/10 റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അറിയാം ഒലീസിൻ്റെ ഒരു പിന്നെ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ എംബാപ്പെ തീർച്ചയായിട്ടും നല്ല കളിയായിരുന്നു. പിന്നെ അതുപോലെ ഡെംബലെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറി കളിച്ചുകൊണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഒരു ഇമ്പാക്റ്റിൽ വന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പകരം വന്നിട്ടുള്ള ബാർക്കോള ഒരു ഗോളടിച്ച് പെട്ടെന്ന് ഗോളടിച്ചിട്ട് കളി പിടിക്കുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിന് ഫ്രാൻസ് തന്നെ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ഫസ്റ്റ് ഹാഫിൽ എന്തുകൊണ്ട് സെനഗൽ അത്രയും ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡിനെ അവർ ഡോമിനേറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം ഒരു മിഡ്ഫീൽഡാണ് ഒരു കളിയുടെ ടെമ്പോ കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്നലെ കളിച്ച ഒരു മത്സരത്തിൽ, ഇന്നലെ 2018 മുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ 18 വേൾഡ് കപ്പ് ആയാലും 22 വേൾഡ് കപ്പ് ആയാലും എന്തുകൊണ്ട് ഫ്രാൻസ് ഫൈനൽ വരെ തുടർച്ചയായി ഫൈനലിൽ എത്തിയെന്ന് ചോദിച്ചാൽ അവരുടെ മിഡ്ഫീൽഡിൻ്റെ ഒരു കളിയിലെ കൺട്രോളായിരുന്നു. അത് അറ്റാക്കിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രീസ്മാൻ മുതലേക്ക് ഇങ്ങോട്ടുള്ള എല്ലാ താരങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ടീമിനെ അങ്ങോട്ട് നയിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു മത്സരത്തിൽ നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ എവിടെയാണ് അവർക്ക് ആ ഒരു സ്പേസ് ക്രിയേറ്റ് വരാൻ കാരണം, അല്ലെങ്കിൽ സ്പേസ് വരാൻ കാരണം ഏതൊരു പ്ലെയർ ആയിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നിയത് ഇവർ ആ 2 പിവറ്റ് റോളിൽ കളിച്ചത് റാബിയോട്ടും
പിന്നെ ചോമിനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കുറച്ച് ഇറങ്ങി കളിക്കുന്നൊരു ടൈപ്പ് പ്ലേയേഴ്സാണ്. റാബിയോട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കയറി കളിക്കുന്നത് കണ്ടു. പക്ഷെ അതുവരെ സെനഗലിൻ്റെ പാസുകൾ സെൻറ്ററിലൂടെ പോകുന്നുണ്ടായിരുന്നു. സെൻട്രൽ ഒരു പ്ലെയർ, സെനഗലിൻ്റെ പ്ലെയർ വാങ്ങുന്നു, അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നിക്കോളാസ് ജാക്സണോ അല്ലെങ്കിൽ ഇസ്മായിൽ അസാറോ റണ്ണ് ചെയ്യുന്നു, ആ റണ്ണിലേക്ക് ബോൾ പോകുന്നു. അപ്പോൾ സെൻട്രലിൽ ഒരു വോയിഡ്, ഒരു ഗ്യാപ്പ് അവിടെ വരികയാണ്. ആ ഗ്യാപ്പ് സെനഗൽ യൂസ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ അത് എന്താ പറയുക, ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെ ആ ഒരു ഡിഫെൻസീവ് കൊണ്ടായിരിക്കാം. ബട്ട് സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറി. ഒലീസെ ആ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വന്നു, ആ ഒരു കട്ടിങ് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നൊരു പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ കളി മാറി. അത് ദശാംശം തന്നെ പറഞ്ഞു. അതായത് ഞാൻ സെക്കൻഡ് ഹാഫിൽ ആകെ ഒരു ചേഞ്ച് നടത്തിയത് പൊസിഷണൽ ചേഞ്ച് മാത്രമാണ്. ഒലീസയെ സെൻറ്ററിലേക്ക് ഇട്ടു, ഡെംബലെ വിങ്ങിലേക്ക് ഇട്ടു. ഒലീസയും എംബാപ്പയും കൂടി കണക്ഷൻസ് വന്നു തുടങ്ങി. ഒലീസെ സെൻറ്ററിൽ നിന്ന് നല്ല നല്ല ത്രൂ ബോൾസ്, നല്ല രസകരമായ ത്രൂ ബോൾസ്. ഒരെണ്ണം എംബാപ്പയ്ക്ക് ഓടി എത്താൻ പറ്റാതെ പോയി, ഒരെണ്ണം ജസ്റ്റ് മിസ്സിന് പോയി. പിന്നെ രണ്ടാമത്തെ അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്തു. അതിനൊരു പെനാൽറ്റി കോളും വന്നു. അപ്പോൾ ആ കണക്ഷൻ, ഒലീസെ എംബാപ്പെ കണക്ഷൻ, അതായത് ഫസ്റ്റ് ഹാഫിൽ അവർ ഡെംബലെ എംബാപ്പെ കണക്ഷൻ ഒന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതൊരു ഒന്നും മെച്യൂർ ചെയ്തില്ല അതിൽ നിന്ന്. സോ ദെൻ അദ്ദേഹം മാറ്റി ഒലീസയെ കൊണ്ടുവന്നു. ഒലീസെ അവർ കണക്ഷൻ ബിൽഡ് ചെയ്തു. ഒലീസയ്ക്കാണ് മാൻ ഓഫ് ദ മാച്ച് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ വരുത്തിയത്. അപ്പോൾ ഡെംബലേക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ റൈറ്റ് വിങ് പൊസിഷനിലേക്ക് ഇട്ടപ്പോൾ ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. അത് ദശാംശം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒലീസയെ ആ പൊസിഷനിലേക്ക് ഇടേണ്ടി വന്നു, നമുക്ക് ഗോൾ വേണ്ടി വന്നു, അതുകൊണ്ട് ഇടേണ്ടി വന്നു ദശാംശം പറയണല്ലേ. അപ്പോൾ അതാണ് ആ ഒരു ചെറിയൊരു ചേഞ്ചാണ് സെക്കൻഡ് ഹാഫിൽ വരുത്തിയത്. ബിഗ് ചേഞ്ചാണ് ആ ഗെയിമിലുണ്ടായത്. ഇപ്പോൾ നമ്മൾ ഒലീസയെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒലീസയുടെ ഒരു ക്ലബ് സീസൺ അത്രയും ഗംഭീരമായിരുന്നു. ബയൺ മ്യൂണിക്കിൻ്റെ ഒരു എഞ്ചിൻ എന്നോ ഹാർട്ട് എന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു അറ്റാക്കിംഗ് നിരയിലെ ഒരു ഡോമിനേറ്റിംഗ് പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പ്ലെയർ ഒലീസയാണ്. കാരണം ബയൺ അത്ര നല്ലൊരു ഒരു നല്ലൊരു രീതിയിലായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതുവരെ കളിച്ച പ്രകടനങ്ങളൊക്കെയും നന്നായി കളിച്ചു. ഒലീസയുടെ ഒരു ഗ്രോത്ത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പൊട്ടി പൊളിച്ചൊരു പ്ലെയറാണ് ഒലീസ. അല്ലെങ്കിൽ ഗ്രാജുവലി നമ്മൾ ഡിസ്കഷനിൽ അങ്ങനെ പൊട്ടി പൊളിച്ചത്. അയാൾ കരിയർ നല്ലൊരു കരിയറാണ്, അതായത് സ്ലോലി ബിൽഡ് ചെയ്തു വന്നൊരു കരിയറാണെങ്കിലും ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് എവിടുന്നോ വന്നു വീഴുന്നു. ആ പ്രകടനം ഒരു ത്രൂ ഔട്ട് ഒരു സീസൺ നിലനിർത്തുന്നു. എന്തായിരിക്കും ഈ ഒരു വേൾഡ് കപ്പിൽ ഒലീസയുടെ റോള് ഫ്രാൻസിന്? അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ സ്വന്തം പേസ് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. കാരണം പന്ത് ഡ്രിബിൾ ചെയ്യാൻ പുള്ളിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ ഡീപ്പറിങ് കളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പാസ് കൊടുക്കുക. മറ്റ് പിന്നെ പ്ലേയേഴ്സിനെ പോലെ പിന്നെ മറ്റേ ബയൺ മ്യൂണിക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ശൈലി കണ്ടാൽ മനസ്സിലാവും, അദ്ദേഹം പാസ് കൊടുക്കുന്നത് 2-3 ടച്ച് എടുത്തതിന് ശേഷമായിരിക്കും. പലപ്പോഴും ഡ്രിബിൾ ചെയ്തിട്ടൊക്കെ മാക്സിമം ഡ്രിബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡ്രിബിൾ ചെയ്ത് തന്നെ കയറും. സാധാരണ അങ്ങനെ ഒരു പിന്നെ ഫ്രീഡം അത് കിട്ടാറില്ല. അപ്പോൾ അത്തരം ഫ്രീഡം കിട്ടുന്ന പ്ലേയേഴ്സാണ് സാധാരണഗതിയിൽ ഒരു മാച്ച് ഡിഫൈൻ ചെയ്യും, മാച്ചിൻ്റെ ഒരു റിസൾട്ട് നിർണ്ണയിക്കാറുള്ളത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പാസ്, പ്രതീക്ഷിക്കാത്തൊരു ഡ്രിബിളിങ്, പ്രതീക്ഷിക്കാത്ത ഷോട്ട്, അത്തരത്തിൽ ആ ഒരു തരത്തിൽ ആ ഒരു ഗണത്തിൽപ്പെട്ട പ്ലെയറാണ് ഒലീസ്. സ്വാഭാവികമായിട്ടും ഫ്രാൻസിൻ്റെ ഒരു അറ്റാക്കിംഗ് തേർഡ് നോക്കിയാൽ അറിയാം, അവിടെ മൊത്തം സൂപ്പർ സ്റ്റാറുകളാണ്. അവിടെ ആ ഫൈനൽ തേർഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് 2 ബാലൺ ഡോർ പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് ഉസ്മാൻ ഡെംബലെ ഉണ്ട്, അപ്പുറത്ത് കെയ്ലിൻ എംബാപ്പെ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ ചെറുക്കി പിന്നെ ബെഞ്ചിലിരിക്കുന്നുണ്ട്, ഡുവേ ഉണ്ട്, ബാർക്കോള ഉണ്ട്. അപ്പോൾ ഇത്ര അധികം ഒരു ഓവർലോഡുള്ള സ്ഥലത്ത് ഈ ഒരു പിന്നെ എന്താ പറയുക കുറച്ചൊരു പിന്നെ ഫുഡ് വർക്കുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എതിർ ടീമിനെ ഒന്ന് പിന്നെ കുഴക്കാനുള്ള ഒരു സർപ്രൈസ് എലമെന്റ് കൊണ്ടുവരാൻ പറ്റിയ തീർച്ചയായിട്ടും അത് കറക്റ്റ്. അപ്പോൾ അതിന് സംഭവിച്ചാൽ ഡിഫൻഡർമാരെ ഡ്രാഗ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. കാരണം ഇയാൾ പിന്നെ ഓൺ ദി ബോൾ റൺ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ആൾ പന്തുമായിട്ട് ഓടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 1-2 ഡിഫൻഡേഴ്സിനെ ആൾ ക്യാരി ചെയ്യും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 2 സൈഡിൽ നിന്നും ഗ്യാപ്പ് ഉണ്ടാവും. ഇനി അതല്ല ആൾ പിന്നെ ഫ്രീ ആയിട്ട് ഓടുകയാണെങ്കിൽ ഇപ്പോൾ ആൾ കൂടെ ഒരു ഡിഫൻഡർ ഓടും, അപ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഇന്നലെ ഒരു ഫസ്റ്റ് ഗോൾ നോക്കിയാൽ അറിയാം, നല്ല ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് എംബാപ്പയെ പോലെ ആ ഫിനിഷിംഗ് ഒക്കെ ഫസ്റ്റ് ഗോളിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പറഞ്ഞാൽ അതിനൊന്നും പറയാനില്ല, ലോകോത്തര ഫിനിഷിംഗ് ആണ്. ഇതിനൊന്ന് പിന്നെ ബോൾ എവിടെയാണ്, ഗോൾ കീപ്പർ എവിടെയാണ്, പോസ്റ്റ് എവിടെയാണെന്ന് കൃത്യമായിട്ടും എംബാപ്പയ്ക്ക് അറിയാം. അപ്പോൾ അത്തരം ഒരു ആംഗിളിൽ ഫിനിഷ് ചെയ്യാൻ പറയുന്ന എംബാപ്പയെ പോലെയുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ടാകുമ്പോൾ ഒലീസിന് ഒലീസ് ഫിനിഷിംഗ് ആണ്, വേറെ ഒന്നും ചിന്തിക്കാറൊന്നുമില്ല. അപ്പം അത്തരം അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന എംബാപ്പ അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ആൾ റയൽ മാഡ്രിഡിനെ പോലെ അല്ല കളിക്കുന്നത്, ആൾ ഫ്രാൻസ് കളിക്കുന്നത് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻജോയ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസിന് ഇനി ഈ ഒരു കണക്ഷൻ, നേരത്തെ ഹരി പറഞ്ഞ പോലെ പിന്നെ ഒലീസെ എംബാപ്പെ കണക്ഷൻ അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2018 നമുക്ക് മിഡ്ഫീൽഡിൽ നോക്കിയാൽ അറിയാം, അന്ന് ഇംഗോള കാൻഡയും നമ്മുടെ പോൾ പോഗ്ബയും നമ്മളുള്ള ഒരു എഞ്ചിൻ, അതായത് എഞ്ചിൻ റൂം. ഇപ്രാവശ്യം ഫ്രാൻസിന് മിഡ്ഫീൽഡ് എനിക്ക് അത്ര ഒരു കാൻഡ ബെഞ്ചിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കളിക്കുന്ന റാബിയോട്ടൊക്കെയാണ് ട്യൂവാമിന് കളിക്കുന്നത്. അപ്പോൾ അവരെക്കാൾ പിന്നെ എന്താ അന്ന് മിഡ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അറ്റാക്കിംഗ് ഫൈനൽ തേർഡാണ് ഇവരുടെ ഒരു പോസിറ്റീവ് ഘടകം. അത് ഫലപ്രദം ഉപയോഗപ്പെടുത്താൻ അറിയുന്ന കോച്ചാണ് ദശാംശം. അതുകൊണ്ട് തന്നെ
ഇപ്രാവശ്യത്തെ ഫേവറേറ്റ്സുകളിൽ ഒരു സംശയം വേണ്ട, ഫ്രാൻസ് നമ്പർ 1 or 2 ആയി തന്നെ ഉണ്ട്. ഈ ഒരു മത്സരത്തിന് മുമ്പ് എംബാപ്പെ പറഞ്ഞൊരു സാധനമുണ്ട്, ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ആഫ്കോൺ ജേതാക്കളായ അൾജീരിയക്കെതിരെ സെനഗലിനെതിരെയാണ്, ഒഫീഷ്യലി അവർ വിന്നേഴ്സ് ആണോ അല്ലേ എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം. അതായത് ഒരു വലിയൊരു ചാമ്പ്യൻ ടീമിനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് എംബാപ്പെ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ സെനഗലിൻ്റെ ഒരു ഡോമിനേഷൻ നമ്മൾ കണ്ടു, ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കണ്ടു. പക്ഷേ രണ്ടാം പകുതിയിൽ ഒക്കെ മാറ്റിക്കുറിക്കുന്നു ചരിത്രം. നമ്മൾ എംബാപ്പയുടെ ഒരു കരിയർ നോക്കുമ്പോൾ 18 വയസ്സിൽ ഒരു മൊണോക്കോയിലൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരു സ്റ്റാർ ബോയ് ആയിട്ട് അവതരിക്കുന്നു. അവിടുന്ന് അങ്ങോട്ടേക്ക് ഇന്ന് വരെയുള്ള എല്ലാ സീസണുകളിലും എല്ലാ ടൂർണമെൻറ്റുകളിലും ടീം എത്ര മോശമായാലും ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ എംബാപ്പെ നിലനിൽക്കുന്നില്ല. ആ ഒരു ഡോമിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് സ്റ്റാർ ബോയ് വാഴ്ത്തപ്പെട്ട പലരും ഇന്ന് സെക്കൻഡ് ലെവൽ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ ഒരു മിഡ് ടേബിൾ ക്ലബ്ബുകളിലൊക്കെ ഒതുങ്ങി പോകുമ്പോഴും എംബാപ്പെ എന്നും ആ ഒരു ടോപ്പ് ക്ലാസ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടു. രണ്ടാം പകുതിയിൽ എംബാപ്പയായി മാറി. അതുവരെ ഒന്ന് ഒതുങ്ങിയിരുന്നെങ്കിലും രണ്ടാം പകുതി കണ്ടു. എന്താണ് ഈ ഒരു എംബാപ്പെ എന്നുള്ളൊരു പ്ലെയറിൻ്റെ ഒരു എക്സ് ഫാക്ടർ? എന്താണ് അയാളെ മുന്നോട്ടേക്ക് ഇങ്ങനെ നയിക്കുന്നത്? അത് കഴിഞ്ഞ 2018 ഫൈനലിൽ കണ്ടതാണ് എന്താണ് എംബാപ്പെ, ആരാണ് എംബാപ്പെ എന്നുള്ളത്. ആ ഒരു എന്താണോ ടീമിന് വേണ്ട ആ മൊമെൻറ്റിൽ അദ്ദേഹം അത് ഡെലിവർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെയും ഈ പറഞ്ഞ പോലെ അദ്ദേഹം അടിച്ച ഗോളുകൾ പ്രത്യേകതയുണ്ട്. ആ 2 ഗോളുകൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 റെക്കോർഡുകളാണ് അദ്ദേഹം ബീറ്റ് ചെയ്തത്. അതായത് ഒന്ന് ഫ്രാൻസിൻ്റെ ഓൾ ടൈം ലീഡിങ് ഗോൾ സ്കോറായി ഒലിവർ ജിറൂഡിന്റെ റെക്കോർഡ് 58 ഗോളുകളായിപ്പോൾ ആദ്യം കൂടെത്തി ദെൻ മറികടന്നു. അത് ഒപ്പം തന്നെ വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ ടോപ്പ് സ്കോറാണ്. ജസ്റ്റ് ഫോണ്ടെയിൻ എന്ന പ്ലെയറിന്റെ 12 ഗോൾ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. അപ്പോൾ 2 റെക്കോർഡുകൾ. അപ്പോൾ ഒരു ഫ്രാൻസിന്റെ ഒരു ഹിസ്റ്റോറിക് എന്താ പറയുക, ഹിസ്റ്റോറിക് ഹോൾ ഓഫ് ഫെയിമിൽ ഓൾറെഡി എംബാപ്പെ പ്ലേസ് ഉറപ്പിച്ചു കഴിഞ്ഞു. സോ എംബാപ്പെ അത് പറഞ്ഞത്, അതായത് എന്താണോ ആ ടീമിന് ആവശ്യം, ഗോള് വേണോ ഞാൻ ഡെലിവർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺഫിഡൻസിൽ പോയി ഡെലിവർ ചെയ്യണ്ടല്ലോ. ഫ്രാൻസിന് വേണ്ടി അദ്ദേഹം ആ ഒരു ഇത് ഡെലിവർ ചെയ്യുന്നുണ്ട് എപ്പോഴും. ഇപ്പോൾ 18 വയസ്സിൽ സ്റ്റാർ ബോയ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്ലെയറിന് പ്രഷറാണ്. അതായത് അയാൾക്ക് ആ പ്രായത്തിൽ താങ്ങാവുന്നതിൽ അപ്പുറത്തുള്ള പ്രതീക്ഷകളാണ് ഫാൻസ് അയാളെ മേൽ വെച്ച് പുലർത്തുന്നത്. പക്ഷെ എംബാപ്പെ ആ പ്രതീക്ഷ എന്നും ക്യാരി ചെയ്തു എന്നുള്ളതാണ്. അത് PSG മൊണോക്കോയിലെ സീസണുകളിലായാലും ശരി, പിന്നീട് PSG ആയി, ഫ്രാൻസിന്റെ ക്യാപ്റ്റൻസി എടുക്കുന്നു. അത് പകരം ഹ്യൂഗോ ലോറിസ്, ഒലിവർ ജിറൂഡ്, ഗ്രീസ്മാൻ പോലത്തെ വർഷങ്ങളായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിലൊക്കെ അപ്പുറത്തേക്ക് ക്യാപ്റ്റൻസി കൊടുക്കുന്നു. 22 ഫൈനലിലൊക്കെ ആ ഒരു ക്യാപ്റ്റൻ എങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്യണമെന്നുള്ളതൊക്കെ എംബാപ്പെ കാണിച്ചു തരുന്നത്. ആ ഒരു മെന്റാലിറ്റി കാണിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു എംബാപ്പെ എന്നുള്ള പ്ലെയറിന്റെ ഒരു സ്പെഷ്യാലിറ്റി? അല്ലെങ്കിൽ അയാൾ ഫുട്ബോൾ ലോകത്തോട് പറയുന്നുണ്ട് ഞാൻ വരുന്നു എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് എംബാപ്പയ്ക്കുള്ളത്? അത് ഓരോ കാലഘട്ടത്തിലും ലോക ഫുട്ബോൾ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെസ്സി, റൊണാൾഡോൻ്റെ കഴിഞ്ഞ ഒരു 20 വർഷം അതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വർത്തമാന ഫുട്ബോളിൽ നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എംബാപ്പ തന്നെയാണ്. അത് അത് അയാളുടെ ഫ്രാൻസിൻ്റെ കൂടെയുള്ള ഇത് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്ലബ്ബിൽ എത്രമാത്രം കിരീടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഡിബേറ്റബിളാണ്. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ അയാൾ മൈതാനത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ഒരാൾക്കും അയാളുടെ വർക്ക് റേറ്റ്, അയാളുണ്ടാക്കുന്ന റിസൾട്ട് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. കാരണം അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ ആവശ്യമായ എല്ലാം അയാളുടെ കയ്യിലുണ്ട്. അയാളെ ഫിസിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അയാൾ. പിന്നെ അതുപോലെ അയാളെ പേസ് 2018 തോന്നുന്നു അർജന്റീനയ്ക്കെതിരായ മാച്ചിൽ ഓടിയിട്ട് അർജന്റീന നിരമ്പരിശാക്കിയാൽ ഓർമ്മയുണ്ടല്ലോ. അന്ന് 2018 വയസ്സിലുള്ള അയാളുടെ അതേ എന്താ പറയുക സ്ട്രെങ്ത്തും അയാളുടെ അതേ പേസും അയാൾക്ക് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളുടെ പൊസിഷണൽ അവയർനെസ്, അയാൾക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരുമായിട്ട് അയാൾ ഉണ്ടാക്കുന്ന റാപ്പോ, ഇതെല്ലാം ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയലാണ് അയാൾ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ മെസ്സി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന പ്ലെയറായിട്ട് ക്ലോസിൻ്റെ കൂടെ എത്തി. അതാ മറികടന്നോ? കൂടെ എത്തി. മിക്കവാറും 1-2 മാച്ച് കഴിഞ്ഞാൽ മെസ്സി മറികടക്കും. പക്ഷേ മെസ്സി അതുണ്ടാക്കി വെച്ചാലും എംബാപ്പയ്ക്ക് ഇനിയും ഏറ്റവും കുറഞ്ഞ 3 വേൾഡ് കപ്പ്, ഇത് കൂടാതെ 3 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റും. അയാളൊരു പക്ഷേ ഒരു ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടാക്കിയിട്ടേക്കും പോകുക. കാരണം അയാൾ ഫ്രാൻസിൻ്റെ കൂടെ അയാളൊരു ഏറ്റവും വലിയ അനുകൂല ആൾ ഫ്രാൻസിലാണെന്നുള്ളതാണ്. വേറെ കുറേ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഹാളണ്ട് പക്ഷേ നോർവേയിലാണ് ആൾ വേൾഡ് കപ്പ് കളിക്കുമെന്നില്ലെന്ന് അറിയില്ല അടുത്ത വേൾഡ് കപ്പുകളിലൊക്കെ. പക്ഷേ ഫ്രാൻസ് ഉറപ്പായിട്ടും വേൾഡ് കപ്പ് കളിക്കുന്ന ടീമാണ്. അത് നല്ല താരങ്ങളുണ്ടാകുന്ന ടീമാണ്. ഓരോ ഘട്ടത്തിലും അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നല്ല പ്ലേയേഴ്സ് വരുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു 38 അല്ലെങ്കിൽ 40 വയസ്സിൽ വിരമിക്കുമ്പോൾ ഒരു പക്ഷേ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തെങ്കിലും ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റെക്കോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഹാളൻഡിന്റെ കേസ് സംസാരിക്കുമ്പോൾ ഹാളൻഡ് ഇന്നലെ കളിച്ചു, ഹാളൻഡും ഡബിൾ അടിച്ചു. ഹാളൻഡിന്റെ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വേൾഡ് കപ്പിലേക്കുള്ള നോർവേയുടെ എൻട്രി ആൾ ഗംഭീരമാക്കി. ഇവർ തമ്മിലൊരു മത്സരം വരാനിരിക്കുന്നുണ്ട്. അതായത് ഫ്രാൻസ് വേഴ്സസ് നോർവേ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടാനിരിക്കുന്നു. എംബാപ്പയും ഹാളൻഡും വലിയൊരു ഫേസ് ഓഫ് വരുന്നുണ്ട്. അതായത്
നമ്മൾ പറയുന്ന ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറും ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ പ്ലെയറും തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് ആയിരിക്കും. ആ ഒരു മത്സരത്തെ എങ്ങനെ നമുക്ക് കാണാം? ആ മത്സരം ഞാൻ പിന്നെ ഫുട്ബോൾ ടേംസ് പറയുകയാണെങ്കിൽ ആ മാച്ച് ഫ്രാൻസ് ഡൊമിനേറ്റ് ചെയ്തിട്ട് പിന്നെ നോർവേയെ ഇല്ലാതാക്കി കളയും. വലിയ ഗോളടിക്കുന്നല്ല പറയുന്നത്, പിന്നെ അതിനെ ഒരു നൾ ചെയ്ത് കളയുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് കാരണം വെച്ചാൽ ദശാംശം എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ കോച്ചാണ്. അയാൾക്ക് പിന്നെ എങ്ങനെ ജയിക്കാം എന്ന് അറിയുന്ന ഒരു കോച്ചാണ്. എങ്ങനെയാണ് ജയിക്കാൻ വേണ്ടി കളിക്കേണ്ട എങ്ങനെ ദശാംശത്തിന് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലല്ലേ നമ്മുടെ മൊറോക്കോ ഒരു ഡ്രീം റൺ നടത്തിയത്, അവസാനം തോൽക്കുന്നത് ഫ്രാൻസിന് മുമ്പിലാണ് അല്ലേ. ആ മാച്ച് നോക്കിയാൽ അതുവരെയുള്ള എല്ലാ മാച്ചസിലും മൊറോക്കോ ഓഫ് ദി ബോൾ കളിക്കുന്ന ടീമായിരുന്നു. മാക്സിമം ഓരോ ബോൾ പൊസിഷൻ 28% അല്ലെങ്കിൽ 35% ഒക്കെ ഉള്ള മാച്ചുകളായിരുന്നു. എന്നിട്ട് കൗണ്ടർ അറ്റാക്ക് ഗോൾ അടിക്കുന്നു. ആ തരത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഫ്രാൻസുമായി മാച്ച് വന്നപ്പോൾ ഫ്രാൻസ് എന്ത് ചെയ്തു? ഫ്രാൻസ് ഓഫ് ദി ബോൾ ഫ്രാൻസ് പന്ത് വിട്ടെടുത്ത് അവർക്ക് കളിപ്പിച്ചു. ആ കളിയിൽ മൊറോക്കോ ഇല്ലാണ്ടായി ആ മാച്ച്. അങ്ങനെയാണ് ആ മാച്ച് പിന്നെ ഫ്രാൻസ് ജയിക്കുന്നത്. അപ്പോൾ ഓരോ കളിക്കും എങ്ങനെയാണ് ഒരു പിച്ച് ഒരുക്കേണ്ടത്, എങ്ങനെയാണ് കളിക്കാരെ പ്ലേസ് ചെയ്യേണ്ടത്, പിന്നെ ബോൾ ടാക്ടിക്സ് എങ്ങനെ, ഓഫ് ദി ബോൾ ടാക്ടിക്സ് എങ്ങനെ അറിയുന്ന ഒരു കോച്ചാണ് ദശാംശം. അതുകൊണ്ട് തന്നെ നോർവേ എന്ന് പറയുന്ന ടീമിനൊന്നും അത്ര ഇപ്പം ഇന്നലെ തന്നെ സെനഗലിൻ്റെ മാച്ച് പോലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കളിക്കാൻ സെനഗലിന് വിട്ടത് പോലും അവരെ ടയർ ചെയ്യിപ്പിക്കുക എന്നുള്ള. ഇങ്ങനെ നമുക്കറിയാം ഒരു 70 മിനിറ്റ് ഒക്കെ ആയപ്പോൾ സെനഗലിലെ എല്ലാ കളിക്കാരും ഓൾമോസ്റ്റ് ഗ്യാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ടാക്ടിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധിരാക്ഷസാണ് ദശാംശം. അതുകൊണ്ട് തന്നെ നോർവേ പോലെ ഒരു അധികം കളിക്കാർ ഹാളണ്ട് അതുപോലെ കുറച്ചൊന്നും രണ്ട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ഇതുപോലെ സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽസ് ഇല്ലാത്തൊരു ടീമിനെതിരെ അത്ര വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. മാറാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രാൻസിൻ്റെ സ്ക്വാഡ് ഡെപ്ത്, അതായത് ഇന്നലെ കളിച്ച 4 പേരുണ്ടല്ലോ, അതുകൂടാതെ ബാർക്കോളയും ചെർക്കിയും ബെഞ്ചിലുണ്ട്. അപ്പോൾ അവരും കൂടിയും വരാനുണ്ട്. അപ്പോൾ ഈ 4 പേരും വർക്കായില്ല എന്ന് വയ്ക്കുക. ഇൻ കേസ് ബെഞ്ചിൽ നിന്ന് വേറെ ആൾക്കാർ വരാനുണ്ട്. സോ ആ സ്ക്വാഡ് ഡെപ്ത് നോർവേക്ക് അങ്ങനെ ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. സോ ഈ സ്ക്വാഡ് ഡെപ്ത് എന്തുകൊണ്ട് ആ ഒരു മാച്ചിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എംബാപ്പയുടെ ഒരു റൺ നമുക്ക് 14 ഗോളുകളായി. മെസ്സിക്കൊപ്പം ഒരു കോമ്പറ്റീഷൻ നമുക്ക് സാധാരണയായി അവളിപ്പോഴും മെസ്സി റൊണാൾഡോ ഒരു കോമ്പറ്റീഷൻ പറയാറുണ്ട്. അവരൊരു ക്ലബ്ബിൽ കഴിഞ്ഞ 20 വർഷം ക്ലബ് കരിയറിലായാലും ഇൻ്റർനാഷണൽ ആയാലും അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എഡീഷനൊക്കെ ആയിട്ട് ഒരു ഫേസ് ഓഫ് നടക്കുന്നത് എപ്പോഴും എംബാപ്പയും മെസ്സിയും തമ്മിലാണ്. അതായത് എംബാപ്പെ ഒരു പ്യൂർ സ്ട്രൈക്കറാണ്, അല്ലെങ്കിൽ ഒരു പ്യൂർ ഫ്രാൻസിലെ പൊസിഷനിങ് ആണ് പറയുന്നത്. ഒരു പ്യൂർ സ്ട്രൈക്കർ പോലെ കളിക്കുമ്പോൾ മെസ്സി ഒരു ക്രിയേറ്ററാണ്. ഈ ഒരു കോമ്പറ്റീഷൻ എത്രത്തോളം ഈ ഒരു വേൾഡ് കപ്പിൽ മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്? അതേ പറഞ്ഞ പോലെ ഇപ്പോൾ റെക്കോർഡിന് ഈക്വൽ ചെയ്തു മെസ്സി. ബട്ട് ഐ തിങ്ക് എംബാപ്പെ അത് മറികടക്കും എങ്ങനെ പോയാലും ഈ ഒരു വേൾഡ് കപ്പിൽ. അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴേക്കും ആ ഒരു റെക്കോർഡ് എന്തുകൊണ്ടും മറികടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഫ്രാൻസിന് ഈ ഒരു വേൾഡ് കപ്പിൽ എന്തുകൊണ്ടും എംബാപ്പയുടെ ഗോൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇന്നലെ 2 ആണെങ്കിൽ അടുത്ത കളിയിൽ ചിലപ്പോൾ 3 ആയിരിക്കും അദ്ദേഹം അടിക്കുന്നുണ്ടാവുക. സോ എംബാപ്പയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആൾക്കാരും ഉണ്ട് ഈ ഒരു ടീമിൽ. ഇപ്പോൾ ഒലീസ ഇന്നലെ പ്രൊവൈഡ് ചെയ്യാൻ കണ്ടു. അതേപോലെ ചില മത്സരങ്ങൾ ഇനി അടുത്ത മത്സരത്തിൽ ഡെമ്പലി ആവും ചിലപ്പോൾ ആ ഒരു പ്രൊവൈഡറായിട്ട് മാറുക. അല്ലെങ്കിൽ അടുത്ത മാച്ചിൽ ചെർക്കി ആയിരിക്കാം. എത്രയോ പ്രൊവൈഡേഴ്സ് ഉണ്ട് ആ ടീമിൽ. അല്ലെങ്കിൽ ഇന്നലെ റാബിയോട്ടിൻ്റെ ഒരു അസിസ്റ്റ് കണ്ടു ബാർക്കോളയ്ക്ക്. അതുപോലെ റൺ എംബാപ്പയ്ക്ക് നടത്താൻ പറ്റും. സോ അങ്ങനെയായിരിക്കാം ഇനി പ്രൊവൈഡേഴ്സ് കുറേ ഉള്ളതുകൊണ്ട് എംബാപ്പയ്ക്ക് നിരവധി അവസരങ്ങൾ ഗോളടിക്കാൻ കിട്ടും. സോ എംബാപ്പ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്യും. സോ ആ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നത് മെസ്സി അടിക്കും, എംബാപ്പ അടിക്കും. നമുക്ക് കാണാം എന്താവുന്നുള്ളത്.